ഒരേ കറണ്ട് അഫയേഴ്സ് ചോദ്യം 3 വ്യത്യസ്ത PSC പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്നലെ നടന്ന 2026 എക്സ് സർവീസ് LGS വേരിയസ് എക്സാമിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ 3-4 ക്വസ്റ്റ്യൻസ് 2026 നടന്ന മറ്റ് PSC പരീക്ഷയിൽ ചോദിച്ച അതേ ചോദ്യങ്ങളാണ്. അതാണ് ഈ വീഡിയോ വളരെ പ്രധാനമാകാനുള്ള കാരണം. അപ്പോൾ സമയം കളയാതെ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം മാർക്ക് ചെയ്യണം. ശേഷം ഞാൻ ശരിയായ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ISROയുടെ പുതിയ ചെയർമാൻ ആരാണെന്നാണ്. ആരാണ് പുതിയ ചെയർമാൻ? ഡോക്ടർ വി നാരായണനാണ്. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് D.Litt ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? D.Litt ബിരുദം നൽകി മഹാത്മാഗാന്ധി സർവകലാശാല ആദരിച്ച സിനിമാ താരം ആരാണ്? അത് മമ്മൂട്ടിയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ലഹരിക്കെതിരെ ഏത് പരിപാടിയാണ് ആരംഭിച്ചത്? ഓപ്പറേഷൻ തൂഫാനാണ് ആരംഭിച്ചത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയത് ആരാണ്? KG ശങ്കരപിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ളയാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? അത് AP അനിൽകുമാറാണ്. അപ്പോൾ ഇപ്പോൾ കേരള മന്ത്രിസഭ രൂപീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കിയാൽ കാണാം 2-3 ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള മന്ത്രിസഭ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിങ് ഏതാണ്? അത് യശോദയും കൃഷ്ണനുമാണ്. അത് രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. 1890 വരച്ച ചിത്രമാണ്. 167.2 കോടിക്ക് ഡോക്ടർ സൈറസ് പൂനാവാല സ്വന്തമാക്കിയത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി ആര്? ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി അത് AK ബാലസുബ്രഹ്മണ്യൻ. AK ബാലസുബ്രഹ്മണ്യനാണ് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമനായ മലയാളി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയോജക മണ്ഡലം ഏതാണ്? ശ്രീ VD സതീശൻ്റെ നിയോജക മണ്ഡലം ഏതാണ്? അത് പറവൂരാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ഏത്? കണ്ടോ 77, 79 ആയിട്ട് 2 ക്വസ്റ്റ്യനും സെയിം ആണ്, ഒരേ ആൻസറുമാണ്, പറവൂരാണ് കേട്ടോ. അപ്പോൾ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പേരും അതേപോലെ അവരുടെ വകുപ്പുകളും അവർ മത്സരിച്ച നിയോജക മണ്ഡലങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഇതും അതേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആരാണത്? ആരോഗ്യം കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? അത് K മുരളീധരനാണ്. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻസിൽ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. K മുരളീധരനാണ്. ഓപ്ഷൻ A ആയിട്ട് V മുരളീധരൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റിലെ കൊണ്ടുപോയി കുത്തരുത്. അപ്പോൾ ഓപ്ഷൻസൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് കറുപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ മന്ത്രിസഭ പഠിക്കണം എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? എത്ര ക്വസ്റ്റ്യൻ അല്ലേ അതെന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അടുത്ത ക്വസ്റ്റ്യനാണ് 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് R വെങ്കിട്ടരമണിയാണ് കേട്ടോ. R വെങ്കിട്ടരമണിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചുമതലയേറ്റത് ആരാണ്? അത് ജ്ഞാനേഷ് കുമാറാണ്. ഓപ്ഷൻ A ജ്ഞാനേഷ് കുമാർ. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചുമതലയേറ്റത് ജ്ഞാനേഷ് കുമാറാണ്. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആരുമല്ല. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് ആൻസർ. ഇവരാരുമല്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഇത് 2026 തന്നെ നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏത് അമീബയാണ് കാരണം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം? അത് നൈഗ്ലേറിയ ഫൗലേറിയാണ്. നൈഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന അമീബയാണ് കാരണം. അതേപോലെ അടുത്ത ക്വസ്റ്റ്യനും 2026 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു PYQ ക്വസ്റ്റ്യനാണ്. കറണ്ട് അഫയേഴ്സ് തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയിലെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? അത് കോൾഡ്രിഫ് സിറപ്പാണ് നിരോധിച്ചത്. കോൾഡ്രിഫ് സിറപ്പാണ് നിരോധിച്ചത്. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? അത് ഓപ്ഷൻ ബി 18 ലക്ഷമാണ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോക്സ് ക്ലേഡ് 1 സെക്ട്രെയിനിലെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ് റിപ്പോർട്ട് ചെയ്തത്? അത് UAE നിന്നുള്ള യാത്രക്കാരനാണ് റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം. ഇതും 2026 ആവർത്തിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേതാണ് ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം? അത് ആദിത്യ L1 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസിയുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? അത് ഏതൊക്കെ ബഹിരാകാശ ഏജൻസിയുടെ സംയുക്ത ദൗത്യമാണ്? ISROയുടെയും നാസയുടെയും. അപ്പോൾ ഓപ്ഷൻ എ ആണ് നാസ ISRO. അതാണ് ആൻസറായിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊക്കൈൻ ആസക്തി ചികിത്സിക്കാനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? കൊക്കൈൻ ആസക്തി ചികിത്സിക്കാനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം അത് ബ്രസീലാണ്. അപ്പോൾ ഇത്രയും 20 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. 21 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി വരുന്ന എക്സാമിനും ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ എല്ലാവരും പഠിക്കുക.